25 വർഷത്തിന് ശേഷം നടൻ ഇടവേള ബാബു അമ്മയിൽ നിന്നും ജനറൽ സെക്രട്ടറി സ്ഥാനമൊഴിഞ്ഞ് പടിയിറങ്ങുന്നു. മൂന്നാമതും പ്രസിഡന്റ് സ്ഥാനത്ത് മോഹൻലാൽ തന്നെ തുടരുമെന്ന് അറിയിച്ചതോടെ ഇപ്പോൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കാണ് കടുത്ത മത്സരം നടക്കുന്നത്. നേരത്തെ 2021 തന്നെ ഇടവേള ബാബു പദവി ഒഴിയാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നതാണ്. എന്നാൽ മമ്മൂട്ടിയുടെ വികാര നിർഭരമായ നിർബന്ധത്തിനൊടുവിൽ പദവിയിൽ തുടരാൻ അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ ഇത്തവണ താൻ പദവിയിൽ ഉണ്ടാകില്ലെന്ന് ഇടവേള ബാബു നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. എത്ര സമ്മർദ്ദമുണ്ടായാലും തുടരില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. ഒപ്പം പ്രസിഡന്റ് സ്ഥാനം മോഹൻലാലും ഒഴിയുമെന്ന് തീരുമാനമെടുത്തിരുന്നു. ഇതോടെയാണ് അമ്മയിൽ മത്സര ചൂട് തുടങ്ങിയത്. മോഹൻലാലും ഇടവേള ബാബുവും സ്ഥാനമൊഴിയാൻ തയ്യാറായതോടെ സിദ്ദിഖ് താക്കോൽ സ്ഥാനത്തേക്ക് വരുമെന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു. അതായത് മോഹൻലാൽ സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ് സിദ്ദിഖ് എത്തുന്നത് എന്ന അഭ്യൂഹങ്ങളാണ് പരന്നത്. അതോടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരനും അനൂപ് ചന്ദ്രനും ജയൻ ചേർത്തലയും പത്രിക നൽകി. പക്ഷേ കടുത്ത സമ്മർദ്ദത്തിന് വഴങ്ങി മോഹൻലാൽ പ്രസിഡന്റ് ആകാൻ സമ്മതം മൂളിയതോടെ ഇവർ പത്രിക പിൻവലിച്ചു. മോഹൻലാൽ തുടരാൻ തീരുമാനമെടുത്തതോടെ സിദ്ദിഖ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പത്രിക നൽകി. ഇതോടെയാണ് അമ്മയിലെ തെരഞ്ഞെടുപ്പ് വലിയ വാശിയായി മാറിയത്. സിദ്ദിഖ് മത്സരിക്കാനിറങ്ങിയ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കുവും ഉണ്ണി ശിവപാലും പത്രിക നൽകി. ഇതോടെ തെരഞ്ഞെടുപ്പ് കളമൊരുക്കിയവർ പ്രധാനമായും ലക്ഷ്യമിടുന്നത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന സിദ്ദീഖിനെയാണെന്ന് വ്യക്തമായി. ഇടവേള ബാബു ഒഴിഞ്ഞ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സിദ്ദീഖിനെതിരെ മത്സരിക്കുന്നത് കുക്കു പരമേശ്വരനും ഉണ്ണി ശിവപാലുമാണ്. അതായത് പ്രധാന സ്ഥാനത്തേക്ക് സിദ്ദിഖ് വരുന്നത് തടയാനുള്ള കൂടിയാലോചനകൾ നേരത്തെ തന്നെ അമ്മയിൽ തുടങ്ങിയിരുന്നു. സിദ്ദിഖ് ഏത് സ്ഥാനത്തേക്ക് വരുന്നുവോ അവിടെ എതിരാളിയായി നിൽക്കാനുള്ള തീരുമാനമായിരുന്നു ഇവരുടേത്. സ്ത്രീകളുടെയും ചില പ്രധാനപ്പെട്ട നടന്മാരുടെയും പിന്തുണയുണ്ടെന്ന് ഉറപ്പിച്ചാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. അമ്മയിൽ ഒരു മാറ്റം എന്നതാണ് ഇവർ മുന്നോട്ട് വെക്കുന്നതും. നേതൃത്വത്തിനെതിരെ നിലപാടുകൾ എടുത്തിട്ടുള്ള വിമൻ ഇൻ സിനിമ കളക്റ്റീവ്, അതായത് WCCയിലെ അംഗങ്ങളിൽ പലരും ഇപ്പോൾ അമ്മയിലില്ല. പത്മപ്രിയയും രേവതിയും മാത്രമാണ് ഇപ്പോൾ അമ്മയിലും WCCയിലും അംഗങ്ങളായിട്ടുള്ളവർ. പാർവതി, റിമ കല്ലിങ്കൽ ഉൾപ്പെടെയുള്ളവർ നിലവിൽ സംഘടനയ്ക്ക് പുറത്താണ്. എങ്കിലും WCCയുടെ നിലപാടും ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ നിർണായകമാകും. അതേസമയം നിർമ്മാതാക്കളുടെ സംഘടനയുടെയും ഫെഫ്കയുടെയും പിന്തുണ സിദ്ദീഖിനൊപ്പമാണെന്നാണ് അദ്ദേഹത്തോട് അടുപ്പമുള്ളവർ പറയുന്നത്. മുൻനിര താരങ്ങളുമായെല്ലാം സൂക്ഷിക്കുന്ന സൗഹൃദം തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഗുണം ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. സംഘടനയുടെ 30 വർഷത്തെ ചരിത്രത്തിനിടെ ആദ്യമായാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരമുണ്ടാകുന്നത്. ചുരുക്കി പറഞ്ഞാൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സമവായത്തിലൂടെ ഇടവേള ബാബുവിനെ തിരഞ്ഞെടുത്തിരുന്നിടത്ത് നിന്ന് ഇത്തവണ വാശിയേറിയ മത്സരത്തിലേക്കാണ് മാറുന്നത്. അതേസമയം ജോയിന്റ് സെക്രട്ടറി പോസ്റ്റിലേക്ക് ബാബുരാജ്, അനൂപ് ചന്ദ്രൻ എന്നിവരാണ് മത്സരിക്കുന്നത്. നടൻ ജയസൂര്യ ആയിരുന്നു കഴിഞ്ഞ തവണത്തെ ജോയിന്റ് സെക്രട്ടറി. ബാബുരാജിനെതിരെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന അനൂപ് ചന്ദ്രനെ പോലെയുള്ള ചിലർക്ക് ഇടതു പാർട്ടികളുമായി അടുത്ത ബന്ധമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇടത് സംഘടനകളിലെ ചില നേതാക്കൾ പുറത്തു നിന്നുകൊണ്ട് ഇവർക്ക് പിന്തുണ നൽകുകയും ചെയ്യുന്നുണ്ടെന്നാണ് സിനിമാ മേഖലയിലുള്ളവർ തന്നെ പറയുന്നത്. സിദ്ദിഖ് വഹിച്ചിരുന്ന ട്രഷറർ സ്ഥാനത്തേക്ക് പുതിയതായി എത്തിയിരിക്കുന്നത് നടൻ ഉണ്ണി മുകുന്ദനാണ്. പത്രികാ സമർപ്പണത്തിനുള്ള അവസാന സമയം കഴിഞ്ഞപ്പോൾ ഉണ്ണി മുകുന്ദൻ മാത്രമേ ഈ പത്രിക സമർപ്പിച്ചിരുന്നുള്ളൂ. ഉണ്ണി മുകുന്ദൻ കഴിഞ്ഞ തവണ എക്സിക്യൂട്ടീവ് അംഗമായിരുന്നു. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ബാബുരാജും നേരത്തെ എക്സിക്യൂട്ടീവിലായിരുന്നു. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ 11 പോസ്റ്റിലേക്ക് ഇത്തവണ 12 പേരാണ് മത്സരിക്കുന്നത്. അനന്യ, അൻസിബ ഹസൻ, ജോയ് മാത്യു, കലാഭവൻ ഷാജോൺ, രമേശ് പിഷാരടി, റോണി ഡേവിഡ്, സരയു മോഹൻ, സുരാജ് വെഞ്ഞാറമൂട്, സുരേഷ് കൃഷ്ണ, ടൊവിനോ തോമസ്, വിനു മോഹൻ എന്നിവരാണ് മത്സര രംഗത്തുള്ളത്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ നടൻ ടൊവിനോ തോമസ് ഒഴികെ കാലാവധി കഴിയുന്ന അംഗങ്ങളിൽ മറ്റാരും ഇത്തവണ മത്സരിക്കുന്നില്ല. അമ്മയുടെ ഭരണഘടന അനുസരിച്ച് ആകെയുള്ള 17 ഭാരവാഹികളിൽ 4 പേർ സ്ത്രീകളായിരിക്കണമെന്നാണ്. എന്നാൽ വൈസ് പ്രസിഡന്റ് പദവിയിലേക്ക് 2 സ്ത്രീകൾ ഉൾപ്പെടെ മത്സരിക്കുന്നതിനാൽ ഇക്കാര്യത്തിൽ തീരുമാനമായതിനു ശേഷമായിരിക്കും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ എത്ര സ്ത്രീകൾ ഉണ്ടാവും എന്നത് നിശ്ചയിക്കുന്നത്. വൈസ് പ്രസിഡന്റ് പദവിയിലാണ് മറ്റൊരു മത്സരം നടക്കുന്നത്. ജഗദീഷ്, ജയൻ ചേർത്തല, മഞ്ജു പിള്ള എന്നിവരാണ് വൈസ് പ്രസിഡന്റ് പദവിയിലേക്ക് മത്സരിക്കുന്നവർ. ഇവരിൽ 2 പേരായിരിക്കും വിജയിക്കുന്നത്. നിലവിൽ ശ്വേത മേനോൻ, മണിയമ്പിള്ള രാജു എന്നിവരാണ് വൈസ് പ്രസിഡന്റുമാർ. കഴിഞ്ഞ തവണ ഇവർക്കെതിരെ മത്സരിച്ചത് ആശാ ശരത്തായിരുന്നു. പരാജയപ്പെട്ടിരുന്നു. പ്രസിഡന്റ് പദവിയിൽ മോഹൻലാൽ തുടരുന്നതൊഴിച്ചാൽ താരസംഘടനയായ അമ്മയിൽ 2024-27 കാലഘട്ടത്തിലേക്കുള്ള മുഴുവൻ ഭാരവാഹികളും മാറും. 25 വർഷത്തിന് ശേഷം ഇടവേള ബാബു ജനറൽ സെക്രട്ടറി പദവി ഒഴിയുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം. വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്നിവയിലേക്കുള്ള അംഗങ്ങളെയാണ് ഈ മാസം 30-ന് നടക്കുന്ന അമ്മ വാർഷിക പൊതുയോഗത്തിൽ തെരഞ്ഞെടുക്കുന്നത്. കൊച്ചി ഗോകുലം കൺവെൻഷൻ സെന്ററിലാണ് യോഗവും വോട്ടെടുപ്പും.